പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. സെപ്റ്റംബർ 15 ശ്ലീവാകാലം 1-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയും. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. സ്വർഗരാജ്യം ബലവശ്യമായിരിക്കെ ക്രൈസ്തവൻ ക്രിസ്തുവിന്റെ നല്ല പടയാളി കണക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനായി നാം അവിടുത്തെ ശക്തിയിലും പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം. അതോടൊപ്പം സാത്താന്റെ സകല കുടിലതന്ത്രങ്ങളെയും എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. റിലേ മത്സരത്തിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ ക്രൈസ്തവ പടയാളികളായ നാം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചവ രക്ഷയും പാപക്ഷമയും കരുണയും മറ്റുള്ളവർക്ക് കൃത്യമായി കൈമാറണം. ലേഖനഭാഗത്ത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. പക്ഷെ ഇന്ന് ഈ പ്രേക്ഷിത ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. റിലേ മത്സരത്തിൽ ബെറ്റൺ സ്വീകരിച്ചിട്ട് അത് അടുത്തയാൾക്ക് കൈമാറുന്നില്ലെങ്കിൽ എന്ത് ഫലം അതുകൊണ്ടുള്ളത്? പല വേദികളിൽ നിന്ന് നാം വചനം ശ്രവിക്കുന്നു, പഠിക്കുന്നു, ധ്യാനിക്കുന്നു. എന്നാൽ ഈ ശ്രവിച്ചവയും പഠിച്ചവയും ഒക്കെ മനനം ചെയ്തു പങ്കുവെച്ചു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയെ പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ നാം ഇനിയും തയ്യാറായോ? ക്രമസമാധാനം നിലനിർത്തി കടന്നു പോകുന്ന, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെടുന്ന പോലീസുകാരാകാൻ വിളിക്കപ്പെട്ടവരല്ല നാം. പകരം ക്രിസ്തുവിന്റെ പടയാളികളാകാനും അവന്റെ രാജ്യത്തിനായി സാത്താനെതിരെ നിരന്തരം യുദ്ധം ചെയ്യാനും വിളിക്കപ്പെട്ടവരാണ് നാം. ക്രിസ്തുവിന്റെ അധികാരത്തെയും ശക്തിയെയും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടതുപോലെ ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ എന്ന് ജനം വിളിച്ചു പറഞ്ഞത്. തിരുവചനത്തിന്റെയും തിരുശരീര രക്തങ്ങളുടെയും ഇരുമേശകളിൽ നിന്ന് പങ്കുപറ്റുന്ന നമുക്ക് ജീവിത രംഗങ്ങളിൽ നിരന്തരം ക്രിസ്തുവിന്റെ പടയാളിയെ പോലെ അശുദ്ധാത്മാക്കളോട് പോരാടാനും തിരുവചനം പകർന്ന് മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ ധീര പടയാളികളാക്കാനും ഉള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാനും തമ്പുരാന്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.